വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താമെന്ന് ഹൈക്കോടതിയിൽ ആവർത്തിച്ച സർക്കാർ അമുസ്ലിം പ്രതിനിധികളെ നിയോഗിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വർഗീയ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ചു. മുഖ്യമന്ത്രിയാണ് നുണ പറയുന്നതെന്നും അമുസ്ലിങ്ങളെ നിയമിക്കാനല്ല കോടതി പറഞ്ഞതെന്നും പി രാജീവ് മറുപടി നൽകി. സർക്കാരിനും ലീഗിനുമെതിരെ കേരള മഹല്ല് കൂട്ടായ്മ രംഗത്ത് വന്നു. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയാൽ പോരെയെന്ന് ചോദിച്ച ഹൈക്കോടതി ബോർഡ് പുനഃസംഘടിപ്പിക്കും വരെ അത്തരത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ ആവർത്തിച്ചു. നിലവിലെ വഖഫ് ബോർഡ് വഖഫ് നിയമപ്രകാരം വിവിധ മുസ്ലിം വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം നിർണ്ണയിക്കാതെയാണ് രൂപീകരിച്ചിട്ടുള്ളതെന്നും സർക്കാർ അറിയിച്ചു. അമുസ്ലിങ്ങളെ നിയമിച്ച് അപാകത പരിഹരിക്കാമെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും സർക്കാർ നിലപാടെടുത്തെന്ന് AG ഓഫീസ് വിശദീകരിച്ചു. എല്ലാ കക്ഷികളോടും 3 ആഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കൂടുതൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം പുതുക്കി നൽകുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം വഖഫ് ബോർഡിന്റെ അർദ്ധ ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾക്ക് വിലക്കില്ലെന്നും ജുഡീഷ്യൽ സിറ്റിംഗ് നടത്താമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ വഖഫ് പുനഃസംഘടനയിൽ പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വർഗീയ പ്രചരണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിന്റെ സർക്കാർ. മുസ്ലിം വിശ്വാസം കൈകാര്യം ചെയ്യുന്ന ബോർഡിൽ മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് മുൻ നിയമമന്ത്രി പി രാജീവ് വിശദീകരിച്ചു. വഖഫ് ബോർഡിനകത്ത് ഇതര മുസ്ലിം ആളുകളെ ഉൾപ്പെടുത്തരുത് എന്ന നിലപാട് പറയുന്നത് വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്നത്? അത് BJPയുടെ വാദമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടെ സർക്കാരിനെതിരെ കേരള മഹല്ല് കൂട്ടായ്മ രംഗത്തെത്തി. കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗമായ മുസ്ലിം ലീഗിനും ഈ നിലപാടിനോട് യോജിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. BJPയുടെ താല്പര്യം സംരക്ഷിക്കുകയാണോ കേരളത്തിലെ ഒരു മതേതര ഗവൺമെന്റിന്റെ ബാധ്യത, ഉത്തരവാദിത്വം എന്ന വലിയൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മുഴുവൻ മഹല്ലുകളിലും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും ആഹ്വാനമുണ്ട്. ഹൈക്കോടതി 1 മാസത്തിനു ശേഷമാണ് ഇനി കേസ് പരിഗണിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം.